ഹേയ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ലൈഫിൽ നാം പല കാര്യങ്ങൾ നേരിടുന്നുണ്ട്. സന്തോഷം, ദുഃഖം, കോപം, നിരാശ, ഭയം, അസൂയ, അങ്ങനെയൊക്കെ. ഇവയെല്ലാം മനുഷ്യൻ്റെ ഇമോഷൻസാണ്. ഇമോഷൻസ് അതൊരിക്കലും നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന ഒന്നല്ല. പക്ഷേ അവയെ കൺട്രോൾ ചെയ്യാതെ നമ്മൾ ജീവിക്കുമ്പോൾ അത് നമ്മുടെ ഈമാനെയും ബന്ധങ്ങളെയും സമാധാനത്തെയും തകർക്കും. ഒരു മുസ്ലിം എന്ന നിലയിൽ നമുക്ക് ഓരോ ഇമോഷൻസിനും നേരെ ഒരു ഇസ്ലാമിക് റെസ്പോൺസ് ആവശ്യമാണ്. കാരണം ഇസ്ലാം നമ്മെ വികാരങ്ങൾ അല്ലെങ്കിൽ ഇമോഷൻസ് അടക്കിക്കളയാൻ പഠിപ്പിക്കുന്നില്ല. പകരം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അള്ളാഹു ഖുർആനിലൂടെ പറയുന്നു, തങ്ങളിലെ കോപം അടക്കി പിടിക്കുന്നവരും മനുഷ്യരോട് പൊറുക്കുന്നവരും അള്ളാഹു അത്തരക്കാരെ സ്നേഹിക്കുന്നു എന്ന്. അതായത് ഇമോഷൻസ് ഉണ്ടാകുന്നത് ഒരു തെറ്റല്ല, പക്ഷേ അവയെ കൺട്രോൾ ചെയ്യാൻ അറിയാത്തതാണ് പ്രശ്നം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു മുസ്ലിമിന് തൻ്റെ വികാരങ്ങൾ അല്ലെങ്കിൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാം എന്നാണ്. 1. കോപം നിയന്ത്രിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ശക്തനാകുന്നത് പടയാളിയല്ല, തൻ്റെ കോപത്തിൽ നിന്ന് തനിയെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആളാണ്. കോപം മനുഷ്യൻ്റെ ആത്മാവിനെ നശിപ്പിക്കുന്ന ഒരു തീയാണ്. പലപ്പോഴും ഒരു വാക്ക് കോപത്തിൽ പറഞ്ഞാൽ ആ ഒരു ബന്ധം തന്നെ തകരും, ലൈഫ് തകർന്നു പോകും. ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് കോപം വരുമ്പോൾ മൗനം പാലിക്കുക, അള്ളാഹുവിനെ ഓർക്കുക, വുളു ചെയ്യുക, നിങ്ങൾ ചെയ്യുന്ന ആ ഒരു അവസ്ഥ ചേഞ്ച് ചെയ്യുക. അതായത് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക, ഇരിക്കുകയാണെങ്കിൽ കിടക്കുക. ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്, കോപം അടക്കി നിൽക്കുന്നവൻ തൻ്റെ ആത്മാവിനെയും ഈമാനിനെയും സംരക്ഷിക്കുന്നു. അവൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ശക്തൻ. 2. ദുഃഖം നിയന്ത്രിക്കുക. ദുഃഖം മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഒരുപാട് ദുഃഖമുണ്ടായിരുന്നു. ദുഃഖം കാണിക്കുന്നത് ഒരു തെറ്റല്ല, പക്ഷേ അതിൽ തന്നെ മുങ്ങിക്കിടക്കുന്നത് ഈമാനിനെ ദുർബലമാക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ദുഃഖത്തിൻ്റെ സമയത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുക. ഇതെല്ലാം അള്ളാഹുവിൻ്റെ പ്ലാനിങ്സ് ആണെന്ന് മനസ്സിലാക്കുക. ഖുർആൻ പാരായണം ചെയ്യുക, പ്രത്യേകിച്ച് സൂറ ലോഹ, സൂറ ഇൻഷിറാഹ് പാരായണം ചെയ്യുക. അവയുടെ ഓരോ ആയത്തുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്റെ റബ്ബ് നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ്. 3. ഹൃദയവികാരങ്ങളെ നിയന്ത്രിക്കുക. ഫോർ എക്സാമ്പിൾ, പ്രണയം എന്നത് മനോഹരമായ വികാരമാണ്, പക്ഷേ അതിന് അതിരുകൾ വേണം. അള്ളാഹു നമ്മെ ഹൃദയമുള്ളവരായി സൃഷ്ടിച്ചു, പക്ഷേ അതിനെ വഴിതെറ്റാതെ സംരക്ഷിക്കാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളവനെ മിതമായി സ്നേഹിക്കുക, ഒരിക്കൽ അവൻ നിനക്ക് ശത്രുവാകാമെന്ന്. പ്രണയം എന്നത് ഹലാലാകുന്നത് നിക്കാഹിലൂടെയാണ്. മറ്റൊരാളോട് സ്നേഹം തോന്നിയാലും അത് ഹറാം വഴി പോകാതെ കൺട്രോൾ ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് നിന്റെ ഹൃദയം നിയന്ത്രിക്കുക ദുആയിലൂടെ. യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിതു ഖൽബി അലാ ദീനിക് എന്ന് നീ ദുആ ചെയ്യുക. ഹൃദയങ്ങളെ തിരിക്കുന്നവനായ റബ്ബേ, എൻ്റെ ഹൃദയം നിന്റെ ദീനിൽ ഉറച്ചിരിക്കാൻ സഹായിക്കണമേ എന്നാണ് അർത്ഥമാക്കുന്നത്. നിന്റെ ഇമോഷൻസ് അത് അള്ളാഹുവിലേക്ക് തിരിക്കുക. കാരണം ആ ഒരു സ്നേഹം അള്ളാഹുവിലായാൽ അതിൽ വേദനയില്ല. 4. നിരാശയും അതിരുകടക്കുന്ന വിഷമവും കൺട്രോൾ ചെയ്യുക. ലൈഫിൽ ചില സമയങ്ങൾ നമ്മെ തകർക്കും. ആഗ്രഹിച്ച കാര്യങ്ങൾ സംഭവിക്കില്ല. ഒരുപാട് പേർ നമ്മെ വഞ്ചിച്ചെന്നിരിക്കും. അപ്പോൾ നമ്മളിൽ നിന്ന് ഉണ്ടാകുന്ന വികാരം നിരാശയായിരിക്കും. പക്ഷേ അള്ളാഹു പറയുന്നു, അള്ളാഹുവിൻ്റെ കരുണയിൽ നിരാശരാകരുത് എന്ന്. നിരാശ എന്നത് പിശാചിൻ്റെ ആയുധമാണ്. അവൻ നിന്നോട് പറയും നിനക്കിനി വഴിയില്ല എന്ന്. പക്ഷേ ഖുർആൻ പറയുന്നത് വഴിയുണ്ട് എന്നാണ്. ഇതിനുള്ള ഒരുപാട് സൊല്യൂഷൻസ് ഇസ്ലാമിലുണ്ട്. നിരാശ വന്നാൽ ഖുർആൻ പാരായണം ചെയ്യുക, നല്ല കൂട്ടുകാരോടൊപ്പം സഹവസിക്കുക. ഏതൊരു കാര്യത്തിലും നീ പറയുക, അള്ളാഹു എന്നെ കാണുന്നുണ്ട്, അവൻ എനിക്കൊപ്പമുണ്ട് എന്ന്. നിരാശയെ നിയന്ത്രിക്കുന്നത് ഈമാനിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. 5. അസൂയയും വെറുപ്പും കൺട്രോൾ ചെയ്യുക. അസൂയ എന്നത് ഹൃദയത്തെ കത്തിക്കുന്ന തീയാണ്. മറ്റൊരാൾക്ക് ലഭിച്ച അനുഗ്രഹം കണ്ടപ്പോൾ നമുക്ക് അകത്തുനിന്ന് വിഷം ഉയരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസൂയ സൽക്കർമ്മങ്ങളെ തീ പോലെ നശിപ്പിക്കുന്നു എന്ന്. അസൂയ എന്നത് നിന്റെ ദുആ തടയും.
നിന്റെ സന്തോഷം നശിപ്പിക്കും, നിന്റെ ഈമാൻ ദുർബലമാക്കും. നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊരാളുടെ അനുഗ്രഹം കാണുമ്പോൾ മാഷാ അല്ലാ, തബാറക്കല്ല എന്ന് പറയുക. നിന്റെ ഹൃദയം ശുദ്ധമാക്കുക. യാ അല്ലാ, എനിക്ക് മറ്റുള്ളവരോട് ദേഷ്യമില്ലാത്ത ഹൃദയം തരൂ എന്ന് അപേക്ഷിക്കുക. നീ ഓർക്കുക, നിനക്കുള്ളത് നിനക്കായിട്ടാണ്, മറ്റൊരാളിന് കിട്ടിയത് അവനായുള്ളതാണ്. നീ നന്ദി പറഞ്ഞാൽ അള്ളാഹു നിനക്ക് വർദ്ധിപ്പിച്ചു നൽകും. ഫ്രണ്ട്സ്, ഇമോഷൻസ് നശിപ്പിക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. പകരം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു മുസ്ലിമിൻ്റെ ശക്തി എന്നത് അവൻ്റെ ഈമാൻ മാത്രമല്ല, അവൻ്റെ കൺട്രോൾ കപ്പാസിറ്റി കൂടിയാണ്. അവൻ കോപിച്ചാലും നന്ദിയോടെ മിണ്ടും, അവൻ ദുഃഖിച്ചാലും പ്രതീക്ഷയോടെ ജീവിക്കും, അവൻ സ്നേഹിച്ചാലും അതിനെ ഹലാൽ വഴി സംരക്ഷിക്കും. നമ്മൾ അള്ളാഹുവോട് ദുആ ചെയ്യുക, യാ അല്ലാഹ്, എനിക്ക് എൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ശക്തിയും ക്ഷമയും നീ നൽകണമേ. എൻ്റെ ഹൃദയം നിൻ്റെ ദീനിൽ ഉറപ്പിച്ച് നിൻ്റെ സാന്ത്വനത്തിലേക്ക് എന്നെ കൊണ്ടുവരണമേ എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.